ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രിൽ ഫിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കിച്ചണിൽ പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തിലോഫിയ ഫിഷാണ് കേട്ടോ എടുത്തേക്കുന്നത്. രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഇതുപോലെ വര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനകത്തോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മസാലകൾ മാത്രം ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ ക്രഷ്ഡ് മുളകുണ്ടല്ലോ അതും കൂടെ 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മീനിലെല്ലാം നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ഇനി ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇതിൻ്റെ അകത്തും പുറത്തുമൊക്കെ വെച്ച് കൊടുത്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. മല്ലിയിലയും അതുപോലെ ബട്ടറും ഒക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഗ്രില്ലിന്. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ഗ്രില്ലിംഗ് പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ മീനുകൾ എടുത്ത് വെച്ച് കൊടുക്കാം. ഗ്രില്ലിംഗ് പാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ അലൂമിനിയം ഫോയിലിനകത്ത് ഈ മീൻ ഓരോന്നോരോന്നായിട്ടൊന്ന് പൊതിഞ്ഞ് നമ്മുടെ ഫ്രൈയിങ് പാനിൽ വെച്ച് വേണമെങ്കിലും നമുക്കിതുപോലെ ഗ്രില്ല് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ ക്യൂബ് ബട്ടർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഫ്രൈ ആയി വരട്ടെ. വെള്ളമൊക്കെ ഇറങ്ങി ഇപ്പോൾ നല്ലതുപോലെ ഗ്രേവിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഈ ഒരു സൈഡായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനു മുന്നേ ഞാൻ കുറച്ച് പച്ചമുളക് ഇതിനകത്തൊക്കെ ഉപ്പ് കയറാൻ വേണ്ടിയിട്ടൊന്ന് കീറിയിട്ട് അതിനകത്ത് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ഫ്രൈങ് പാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നായിട്ട് തിരിച്ചിടേണ്ട ആവശ്യമില്ല. ഫ്രൈങ് പാൻ മൊത്തത്തിലെടുത്തൊന്ന് തിരിച്ച് വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഒരു സൈഡ് ഇതുപോലെ ഒന്നായിട്ടുണ്ട്. ഇനിയും ഇത് ഫ്രൈ ആയി വരാനുണ്ട്. ഇപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അടുത്ത സൈഡ് ഞാൻ മറിച്ച് വെച്ച് കൊടുത്തു. ഇനി ഇതും കൂടെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് മാറ്റാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ട് ഞാനൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ. ഹാവ് എ നൈസ് ഡേ.